കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ പൊൻകുന്നം വർക്കി അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര 2025 ജൂലൈ 2 കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സാഹിത്യകാരൻ പൊൻകുന്നം വർക്കിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാളം വിഭാഗം അധ്യാപികയായ PB ധന്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൊൻകുന്നം വർക്കിയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും PB ധന്യ വിശദമായി സംസാരിച്ചു. വിദ്യാർത്ഥിനികളായ NS, സബിത, ലയ, സിജോ എന്നിവർ പൊൻകുന്നം വർക്കിയുടെ ശ്രദ്ധേയമായ കൃതികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയരായി. ലൈബ്രറിയൻ സുഷമാട്ടി, ശാന്തൻ, ഗ്രീഷ്മ, അഖിൽ എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു. മലയാള സാഹിത്യത്തിലെ ഒരു വലിയ എഴുത്തുകാരനായ പൊൻകുന്നം വർക്കിയെ സ്മരിക്കാനും അദ്ദേഹത്തിന്റെ കൃതികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ഈ അനുസ്മരണ പരിപാടി സഹായകമായി. അത് കുട്ടനാടിന്റെ കർഷകരുടെ ജീവിതമാണ് തകഴി അവതരിപ്പിച്ചിരുന്നതെങ്കിൽ പൊൻകുന്നം വർക്കി പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനും സുഹൃത്തും തീരുമാനിച്ചു എന്നും ഈ കോളറുള്ള ഷർട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ അവർ തെറ്റിച്ചിട്ടുമില്ല. എപ്പോഴും ഈ കോളറുള്ള ഷർട്ട് ഇട്ടതാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് മരിച്ചുപോയി. അപ്പൊ ഔസേപ്പിന് എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇതാണ് കഥ. നിങ്ങൾക്ക് ഇഷ്ടായോ?